ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ എന്താ പറയുക ഗുജറാത്ത് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതലേ UDF-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെക്കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ എന്താ പറയുക സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. ആ നിലക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തോട് പറയുക എന്നത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അല്ല, UDF നേതൃത്വമല്ലല്ലോ ഇവിടെ. UDF നേതൃത്വത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ലീഡർഷിപ്പായിട്ട് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ അതിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ് അല്ലേ. മുസ്ലിം ലീഗിന്റെ സീറ്റാണെങ്കിൽ ലീഗിന് സംസാരിക്കാൻ പറ്റുമായിരിക്കാം. ഇത് കോൺഗ്രസിന്റെ ഒരു സീറ്റിൽ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അല്ല, ഭാഗമാകൽ തുടങ്ങിയിട്ട് മാസത്തിലായിന്ന് ഇനി എന്ത് ഭാഗം ഈ അവസ്ഥയിലും അതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ കണ്ട് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം തന്ന പിന്തുണയ്ക്ക് എന്നും നമ്മൾ കടപ്പെട്ടവരാണ്. ആ പാർട്ടിയും പ്രത്യേകിച്ച് തങ്ങൾ കുടുംബവും കുഞ്ഞാലിക്കുട്ടി സാഹിബും തുടക്കം മുതൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാനെടുത്ത പൊളിറ്റിക്കൽ നിലപാടിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ആ നിലക്ക് നമ്മളോട് സ്നേഹവും താല്പര്യവും പ്രകടിപ്പിക്കുന്ന ആ ഒരു വ്യക്തി എന്ന നിലക്ക് അതും കൂടെയുണ്ട്. പൊളിറ്റിക്കൽ ലീഡർ എന്ന് മാത്രമല്ല, നമ്മളൊരു വെൽവിഷർ എന്ന നിലക്ക് ആ പാർട്ടിയും ആ ലീഡർഷിപ്പും എടുത്ത നിലപാടിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് അറിയിക്കേണ്ട ഒരു ഘടകകക്ഷിയാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ നിലക്ക് പറഞ്ഞ അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നും പോസിറ്റീവാണല്ലോ, ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയല്ലോ. അദ്ദേഹം രാഷ്ട്രീയത്തിനെ കുറിച്ച് കൃത്യമായി ഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാന്ന്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. നല്ല വല്ല ആൻസറും ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറയാം. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാന്ന്. കോൺഗ്രസ് നേതൃത്വം കണ്ട് സംസാരിക്കാൻ ശ്രമം നടത്തുന്നെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയോ? എനിക്കതിനെ പറ്റി വിവരമൊന്നുമില്ല. കോൺഗ്രസ് ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അല്ല, കോൺഗ്രസ്സുകാർ പലരും എന്നോട്ട് വ്യക്തിപരമായി ബന്ധമില്ല. അല്ല, ബന്ധപ്പെടേണ്ടവർ ബന്ധപ്പെടണ്ടേ. അല്ലാതെ കോൺഗ്രസ് ലീഡർഷിപ്പ് എന്നോട് സൗഹൃദം പണ്ടും ബന്ധപ്പെടുന്നുണ്ട്, ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബന്ധപ്പെടലായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോഴും മുമ്പ് എന്റെ കാലിലാണ്, ഇപ്പോഴും എന്റെ കാലിലാണ്. ഈ രണ്ട് കാലിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അല്ല, അതൊക്കെ നമുക്ക് പറയാന്നേ.